നമ്മൾ വേസ്റ്റാണെന്ന് കരുതി കളയാൻ വേണ്ടി പോകുന്ന ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ബെല്ലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ജെല്ലിമുട്ടായിയുടെയൊക്കെ ഷെല്ലുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ബെല്ലിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളർ അക്രിലിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലും പുറമേ ഒക്കെ നമ്മൾ ഗോൾഡൻ കളർ പെയിൻ്റ് അടിച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്ലേ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലൊരു ത്രെഡിൽ കോർത്തിട്ട് ആ ഷെല്ലിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ഇതുപോലൊരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബെല്ല് ഇവിടെ റെഡിയാണ്. പിന്നെ എക്സ്ട്രാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനൊരു ബോ കൂടെ അതിൻ്റെ മേലെ ആഡ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഈ ബോയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ആ ബോ കൂടെ ബെല്ലിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലുള്ള തീപ്പെട്ടിക്കൂട് വെച്ചിട്ട് ഗിഫ്റ്റ് ബോക്സസ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് തീപ്പെട്ടി മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗ്ലിറ്ററിങ് ഷീറ്റ് കൂടെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് റെഡിയാവും. അങ്ങനെ ഇത് 2 ഗിഫ്റ്റ് ബോക്സ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഗോൾഡൻ ത്രെഡോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഫാൻസി ത്രെഡോ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗിഫ്റ്റൊക്കെ കെട്ടില്ലേ, അതുപോലെ തന്നെ. വേറെ 2 ഗിഫ്റ്റ് ബോക്സ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോർമൽ പേപ്പർ മടക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. നെക്സ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ട്രീയിലൊക്കെ ഹാങ് ചെയ്തിടുന്ന ബോൾസാണ്. മെയിനായിട്ട് 2 രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒന്ന് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും വേസ്റ്റ് പേപ്പർ ഇതുപോലെ ചുരുട്ടിയിട്ട് ഫോയിൽ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് മുഴുവൻ നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലിറ്റർ ഷീറ്റ് യൂസ് ചെയ്തിട്ട് പൊതിഞ്ഞെടുത്താലും മതി. രണ്ടാമത്തേത് ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് ഫോയിൽ ഷീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ ചുരുട്ടിയെടുത്താൽ മതി. പണ്ടൊക്കെ വീട്ടിൽ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ത്രെഡ് കൂടെ കെട്ടിക്കൊടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഹാങ് ചെയ്യുന്ന തരത്തിലുള്ള ബോൾസ് കിട്ടും. ഇനി നമ്മൾ സ്നോമാനെയാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പഴയ അക്രിലിക് പെയിൻറ്റിൻ്റെ ഒക്കെ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടാവില്ലേ, അതാണ് നമുക്ക് വേണ്ടത്. അതാകുമ്പോൾ വൈറ്റ് കളർ തന്നെ ആയതുകൊണ്ട് വേറെ പെയിൻറ്റൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് സ്നോമാന് കണ്ണും വായൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഓറഞ്ച് കളറും കൊണ്ട് മൂക്ക് കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 ബോഡി പാർട്സ് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി സ്നോമാൻ ഒരു എക്സ്ട്രാ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഹെഡ്ഫോൺ കൂടെ കൊടുക്കുന്നുണ്ട്. അതിന് ബ്ലൂ കളറിലുള്ള പൈപ്പ് ക്ലീനറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് 2 തെർമോക്കോൾ ബോൾസ് കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്നോമാനും ഇവിടെ റെഡിയായി. ഇനി വലിയൊരു ബോ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ക്രിസ്മസ് ട്രീയുടെ ഒക്കെ മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ എല്ലാ ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഹാങ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയണേ.